PV Anwar, അസോസിയേറ്റ് മെമ്പർ ഓഫ് UDF. ഇതാണ് ഇപ്പോൾ PV അൻവറുടെ പദവി. ചുരുക്കത്തിൽ പറഞ്ഞാൽ തെരുവിൽ തന്നെ എന്നർത്ഥം. അതല്ലെങ്കിൽ UDFിൻ്റെ പടിക്ക് പുറത്ത് തന്നെ എന്നർത്ഥം. UDFുമായി സഹകരിക്കാം, പക്ഷേ UDF മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റില്ല. UDFിൻ്റെ നയപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. UDFുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന. എന്നാൽ സംഘടനയ്ക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാം. ആ അഭിപ്രായം UDFിൻ്റെതാവണമെന്നില്ല. ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് PV അൻവറിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. കാരണം PV അൻവർ എങ്ങനെയാണ്, എന്താണ് പറയുന്നത് എന്ന് PV അൻവറിന് പോലും മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ബോധ്യമല്ലാത്ത, അറിയാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ആളാണ്. എങ്ങനെയാണോ PC ജോർജ് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുകയും അവസാനം പുറത്താകുകയും ചെയ്തത്, അതേ വഴിക്ക് തന്നെയാണ് PV അൻവറും സഞ്ചരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പുറത്താകാം. ഇതേ വഴി തന്നെയാണ്. UDFിൻ്റെ ഭാഗമായി UDFുമായി സഹകരിച്ച് പ്രവർത്തിച്ചു. പിന്നീട് എത്തിപ്പെട്ടത് BJPയിൽ. ഇപ്പോൾ എവിടെയാണ് PC ജോർജ് എന്ന് പോലും ആർക്കും അറിയില്ല. അതേപോലെ തന്നെയാണ് PV അൻവറും യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ UDFിൻ്റെ അസോസിയേറ്റ് മെമ്പറായി എടുക്കാം എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ച പിന്നീട് നടത്താം. അത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് VD സതീശനെയാണ്. VD സതീശൻ പക്ഷേ UDF യോഗത്തിന് ശേഷം ഇതുവരെയും PV അൻവറെ കണ്ടിട്ടില്ല. PV അൻവറുമായി ചർച്ച നടത്തിയിട്ടേയില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴും തോണി തിരുതക്കര തന്നെ എന്നർത്ഥം. അകത്ത് കയറിയിട്ടുമില്ല, പുറത്തു തന്നെ ഇരിക്കുകയാണ്. അകത്ത് കയറാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം. ഇനി ഏതൊക്കെ രൂപത്തിൽ എവിടെയൊക്കെ സഹകരിക്കാം, അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് സംബന്ധിച്ചുള്ള ഒരു ധാരണയുണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ചുമതലപ്പെടുത്തിയത് VD സതീശനെ. VD സതീശൻ പക്ഷേ ആ ചുമതല നിർവഹിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ ചർച്ച നടത്താൻ പോലും തയ്യാറായിട്ടില്ല. UDFിൽ മറ്റൊരു അസോസിയേറ്റ് കക്ഷിയുണ്ട്, ഘടകകക്ഷി. അത് KK രമയുടെ RMP ആണ്, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി. UDFിലാണോ എന്ന് ചോദിച്ചാൽ UDFിലാണ്. UDFിലല്ലേ എന്ന് ചോദിച്ചാൽ UDFിലല്ല. ഇതാണ് RMPയുടെ അവസ്ഥ. അകത്തുമല്ല പുറത്തുമല്ല, കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ കിടക്കുകയാണ് RMP. അതേപോലെ മറ്റൊരു കയ്യാലപ്പുറത്തെ തേങ്ങയായി നിൽക്കും PV അൻവറും. അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം എന്ന് തോന്നിക്കും, പക്ഷേ എങ്ങോട്ടും വീഴില്ല, അവിടെ തന്നെ കിടക്കും. ആരും ഒരു വിലയും കൽപ്പിക്കില്ല. കാരണം UDFിൽ പങ്കെടുത്ത് UDFിൻ്റെ നയപരമായ തീരുമാനങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞാൽ മാത്രമല്ലേ ഒരു ഘടക കക്ഷി എന്ന നിലയിലുള്ള ഒരു അംഗീകാരം കിട്ടുകയുള്ളൂ. അങ്ങനെ ആയാൽ മാത്രമല്ലേ എങ്ങാനും UDF വിജയിച്ച് UDF അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിസ്ഥാനം എങ്കിലും ചോദിക്കാൻ പറ്റൂ. UDFിന് പുറത്ത് നിൽക്കുന്ന കക്ഷിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുമോ? കൊടുക്കില്ല. കാരണം UDFിനകത്ത് നിൽക്കുന്ന കക്ഷികൾക്ക് തന്നെ മുഴുവൻ മന്ത്രിസ്ഥാനം കൊടുക്കാൻ കഴിയുന്നില്ല UDFിന്. കാരണം അത്രമാത്രം മന്ത്രിമോഹികളുണ്ടാകും മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഒക്കെ. അതുകൊണ്ട് ഇത്ര മന്ത്രിമാരാകാമെന്നൊരു കണക്കുണ്ട്. ആ കണക്കിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നിലവിൽ ഘടകകക്ഷികൾക്ക് തന്നെ മന്ത്രിസ്ഥാനം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോൺഗ്രസിന് ഉള്ളത്. പിന്നെ എങ്ങനെയാണ് UDFിന് പുറത്തുള്ള ഒരു കക്ഷിയെ പരിഗണിക്കുക? ചുരുക്കത്തിൽ പറഞ്ഞാൽ PV അൻവർ ഒരു പൂജ്യമായി, വട്ടപൂജ്യമായി ഇങ്ങനെ നിൽക്കേണ്ടി വരും. തൃണമൂൽ കോൺഗ്രസ്, തൃണമൂൽ എന്ന് പറയുന്ന വാക്ക് അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ PV അൻവർ പ്രവർത്തിക്കും എന്നർത്ഥം. ഇനി അതല്ല, മറ്റൊരു വഴിയുണ്ട് PV അൻവറിന്. അതേതാണ് വഴി? ഏതെങ്കിലും ഘടകകക്ഷിയിൽ ലയിക്കുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ചെറിയ തോതിൽ ആരംഭിച്ചിരുന്നു. CMPയുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷെ CMP അങ്ങനെ മനസ്സ് തുറന്നിട്ടില്ല. കാരണം വിശ്വസിക്കാൻ പറ്റില്ല. നാളെ CMPയിൽ വന്ന് CP ജോണിനെതിരെ അതല്ലെങ്കിൽ മറ്റു നേതാക്കൾക്കെതിരെ ഭള്ള് പറയാൻ തുടങ്ങും PV അൻവർ. അതെല്ലാവർക്കും അറിയാം. എന്താണ് പറയുക എന്ന് ആർക്കും അറിയില്ല. എന്തും പറഞ്ഞു കളി. അതുകൊണ്ട് CMPയിൽ ചേർത്ത് ഒരു തലവേദന ഉണ്ടാക്കണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ CMP നേതാക്കൾ തന്നെ ഉയർത്തുന്നത്. CMP ചില നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നു. കാരണം മലബാറിലും അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളിലുമൊക്കെ PV അൻവറിനെ അറിയുന്നവരുണ്ട്. അല്പസ്വല്പം പോക്കറ്റുകളുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ അവിടെയൊക്കെ ഒരു സ്വാധീനം CMPക്ക് കൂടി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ശുദ്ധാത്മാക്കളുണ്ട് CMPയിൽ. പക്ഷേ രാഷ്ട്രീയം അറിഞ്ഞ, രാഷ്ട്രീയം എന്താണ്, കേരള രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കിയ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കലക്കി കുടിച്ച CP ജോണുണ്ട് അവിടെ. CP ജോണിന് അറിയാം എന്തിനാണ് വാല് പൊക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് CP ജോൺ മനസ്സ് തുറക്കാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ
അവിടെയും പ്രവേശനം ലഭിച്ചിട്ടില്ല. ഏതൊക്കെ പാർട്ടിയിൽ ചേരാനാണ് പോയത്? കോൺഗ്രസ് നോക്കി, മുസ്ലിം ലീഗ് നോക്കി, സമാജ്വാദി പാർട്ടി നോക്കി, അവസാനമാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയത്. ഇനിയിപ്പോൾ തിരിച്ചു വന്ന് CMPയിലെങ്കിലും ഒരു ചാൻസ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. PV അൻവറുടേത്. PV അൻവർ ഇപ്പോഴും തെരുവിൽ തന്നെയാണ് എന്നർത്ഥം. അസോസിയേറ്റ് മെമ്പർ ഓഫ് UDF എന്നൊരു പദവി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അപ്പോയിൻമെന്റ് ഓർഡർ ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് VD സതീശനെയാണ്. VD സതീശൻ പക്ഷേ ഇതുവരെയും അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒന്ന് അനങ്ങിയിട്ട് പോലുമില്ല. അതുകൊണ്ട് ഇപ്പോൾ PV അൻവർ എവിടെയാണ് എന്ന് പോലും അറിയില്ല. നിശബ്ദതയിലാണ്. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി മിണ്ടാതിരിക്കാം കുറച്ചു കാലം എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല. നിശബ്ദതയിലാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമോ ഇല്ലയോ എന്ന ആശങ്കയുണ്ട്. കാരണം യുദ്ധാന്തരീക്ഷമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബൈ ഇലക്ഷനുകൾ നടത്തേണ്ടതുണ്ട്. അതെല്ലാം ഒന്നിച്ച് നടത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരും ആ പട്ടികയിൽ വരും എന്നതുകൊണ്ട് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ആകെ അസ്വസ്ഥനാണ് PV അൻവർ എന്നാണ് അറിയുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അക്കരെ എത്തിയതുമില്ല എന്ന് പറയുന്നത് പോലെ അവസ്ഥ. തെരുവിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ലാതെ തെണ്ടി നടക്കുന്ന അവസ്ഥയാണ് PV അൻവറിൻ്റേത്. പക്ഷേ പറയാം, എന്നെ PSC ലിസ്റ്റിൽ പേരുണ്ട് എന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് പോലെ പറയാം, അസോസിയേറ്റ് മെമ്പർ ഓഫ് UDF ആണ് ഞാൻ എന്ന്. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വാർത്താ സമ്മേളനമൊക്കെ ഇടയ്ക്ക് നടത്തുകയും ചെയ്തിരുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് അവസ്ഥ. ചുരുക്കത്തിൽ പറഞ്ഞാൽ PV അൻവർ ഇപ്പോഴും പടിക്ക് പുറത്ത് തന്നെയാണ് എന്നും.